ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കാറ്റൊക്കെ ഉണ്ട്. രാവിലെ ഒരു മഴ തൂളി പോയതാണ്. ഇപ്പോൾ വീണ്ടും മഴ വരുന്ന ലക്ഷണമുണ്ട്, തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കാപ്പിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ. അപ്പം നമുക്ക് 4 മണിക്കാപ്പിക്ക് ഇന്ന് ചക്ക വെച്ച് ഇലയട ഉണ്ടാക്കാം. ഇതന്നെ ഈ ഇലയട ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഈ വെളുത്തുള്ളിയും കാന്താരിയിലായിരുന്നു വെച്ചേക്കുന്നത്, ഇഞ്ചിയൊക്കെ. വെള്ളത്തുള്ളി അന്നേരം ഇന്ന് 5-6 മാങ്ങ കിട്ടിയിട്ടുണ്ട്, നല്ല പച്ച മാങ്ങ. അപ്പോൾ കുറച്ച് വെള്ള കാന്താരിയും കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളി എല്ലാം കൂടെ പൊളിച്ചെടുക്കുവാണെങ്കിലേ അച്ചാറിട്ടേക്കാന്ന് ഓർത്താ. വെള്ളയ്ക്ക് അച്ചാറിടാവുന്നുണ്ട്. അപ്പോൾ ഇലയുടെ ഒരാളിതേ ശർക്കരയൊക്കെ ഇവിടെ ചീകി എടുത്തിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ തേങ്ങ രണ്ടും 2 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ ഇലയുടെ ഉണ്ടാക്കാനുള്ള ഒക്കെ കുഴക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് റെഡിയാക്കണം വിചാരിച്ചായിരുന്നു. പക്ഷെ ഈ ശർക്കര എനിക്ക് നല്ല പണി തന്നു. കല്ല് പോലെ ഇരിക്കുന്നു. ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല, നല്ലപോലെ ഇരിക്കുന്നു. പക്ഷെ ഇത് കല്ല് പോലെ ഇരിക്കുന്നു. ഇത് ഞാൻ കുറച്ച് പൊടിച്ചെടുത്തതാ, ഇടിച്ചു പൊട്ടിച്ചതാ, മറ്റേ ഇടികല്ലയില്. ബാക്കിയും കൂടെ പൊട്ടിച്ചെടുക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഇടിച്ചിട്ട് പോലും പൊട്ടുന്നില്ല. നല്ല ശർക്കരയാ, നല്ല കളറല്ലേ. കുഞ്ഞേ, ഈ ചക്കപ്പഴം എല്ലാം ഇങ്ങനെ വാരി വാരി തിന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ചക്കയടയ്ക്ക് തികയുമോ? അങ്ങനെയല്ല കുഞ്ഞി ചക്കപ്പഴം തിന്നുന്നത്. കാണിച്ചു തരട്ടെ. ഈ ചക്ക ഇതിനകത്ത് നമ്മൾ തേൻ ഒഴിച്ച് തിന്നും, അതിന് നല്ല ടേസ്റ്റാ. ഇല്ലെങ്കിൽ നമ്മള് ഇത് കണ്ടോ, തേങ്ങ. എനിക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തോണ്ട് ഞാൻ ഇച്ചിരി വെക്കാം. നീ ഒന്ന് കഴിച്ചു. ഈ ഒരു പ്രാവശ്യം കഴിച്ചു. കുറച്ച് ശർക്കര മതി. അല്ല, അത് വലുതാ. ഞങ്ങള് ചുമ്മാ ശർക്കര തേങ്ങ കൂടെ തിന്നും. എനിക്കിഷ്ടമല്ല. മൊത്തത്തോടെ വയലോട്ടിടാം. എന്നിട്ട് കഴിച്ചു നോക്ക്. നല്ലേ? ഞാൻ ഓർത്ത് കൊള്ളത്തില്ലെന്ന്. സൂപ്പറാ. അതെന്നെ സൂപ്പിക്കാൻ പറഞ്ഞാണോന്ന് എനിക്കൊരു സംശയം. സത്യമായിട്ടോ? ഇതെന്നെ ശർക്കര? അത് ശർക്കരയെ ഞാൻ കുറെ ചീകി എടുത്തു. ബാക്കി കുറച്ച് ഞാൻ ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചതാ. ഭയങ്കര കട്ടി. ബാബുഞ്ഞി, നമുക്കിതൊന്ന് മിക്സിയിലേ അടിച്ചെടുക്കാം. അടിച്ചോ. നമ്മളാ നിന്നെ പഠിപ്പിക്കാന്ന് വെച്ചപ്പോ അവനിവിടെ ചക്ക തിന്നുന്ന നോക്കി, പഴം മുഴുവൻ തിന്നുക. നല്ല സൂപ്പർ, നല്ല ചക്കപ്പഴമായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഗുണമുണ്ട് കേട്ടോ. ഇനി ഇത് അടിക്കാൻ പോകണോ? മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കും. അടിച്ചിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കും. എന്നാ അച്ഛമ്മച്ചി, നമുക്ക് അമ്മ അട ഉണ്ടാക്കുന്ന നേരം കൊണ്ട് കുറച്ച് ചക്കപ്പഴം തിന്നാമ്പോ. നമുക്ക് അടയൊന്നും ആയില്ലേ ഇതുവരെ? അടയായില്ല, അടയാവുന്നുള്ളൂ. നല്ല മധുരം ഉണ്ട്. മധുരമുള്ളതുകൊണ്ട് ചുമ്മാണേലും തിന്നാം. എനിക്കിഷ്ടം ഇച്ചിരി തേങ്ങായി ശർക്കരയൊക്കെ അകത്ത് വെച്ച് തരുവാണ്. നല്ല തേൻ കൂട്ടി തിന്നാം. അല്ല, ഇതിന് നല്ല തേമരിക്കയുടെ നല്ല മധുരമുണ്ട് അല്ലേ? പിന്നെ അല്ലാതെ തന്നെ മധുരം ഉണ്ട്. മഴ പെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? മഴ പെയ്യുമെന്ന് തോന്നും. അപ്പം നല്ല തേങ്ങായും ശർക്കരയൊക്കെ അകത്ത് വെച്ചിട്ട് ഇതും തിന്ന് നല്ല കടുങ്കാപ്പിയും കുടിക്കണം. പ്രകൃതിയുടെ സ്വഭാവം മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. നല്ല കാറ്റൊക്കെ ആയി കേട്ടോ. മഴക്കാറും കയറിയിട്ടുണ്ട്. മഴ പെയ്യാനുള്ള ലക്ഷണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് തീർന്നല്ലേ? ഇത് ഞങ്ങൾ തീർത്തു. ഇനിയും ചിലപ്പം അങ്ങോട്ട് ചെന്നാൽ ഓടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഞങ്ങൾക്ക് വേണ്ടല്ലോ, ഞങ്ങൾക്ക് ആവശ്യത്തിനായി. ആണോ? അല്ല, അമ്മ സഹായിക്കാൻ വന്നാണോ? സഹായിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തിന്നാനും പെട്ടെന്ന് തിന്നാമല്ലോ. അടയ്ക്ക് പാട്ട് ഒന്നും വേണ്ട. ഇലയ്ക്ക് അകത്ത് ഇങ്ങനെ പരത്തിയിട്ട് ഒരു വശത്ത് ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ മടക്കണം. അട പുഴുങ്ങാനാണോ ഒട്ടിയിട്ടിടാനാണോ? പാത്രത്തിൽ പിടണം. അങ്ങനെ പുഴുങ്ങാം. ഞാനൊരു ചെറിയതുണ്ടാക്കും. അതിനകത്തൊന്നും വെക്കത്തില്ല. കണ്ടോ, ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ചക്കപ്പഴം അരച്ചേ ശർക്കരയും കൂടി ഇതിനകത്ത് ഇട്ടങ്ങ് അരച്ചെടുത്തു.
ആ ഒന്നിച്ചിട്ടോ ഒന്നിച്ചിട്ട് അരച്ചെടുത്തു. മിക്സായി. അപ്പം മിക്സായി. തേങ്ങ ഇടാവേ. തേങ്ങ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇതിന് നല്ലപോലെ തേങ്ങ ഇടേണ്ടതാ. തേങ്ങയ്ക്ക് വിലക്കുറവായതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ. തേങ്ങയ്ക്ക് എന്നാ വിലയായിരുന്നു? ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി മതിയായിരിക്കും. ഏലക്ക ഉണ്ടെന്നും പറഞ്ഞ് ചുമ്മാ വാരി ഇടല്ലേ കേട്ടോ. ഏലക്ക ഉണ്ടെന്നല്ല, ഏലക്കാപ്പൊടി ആവശ്യത്തിന് ചേരണ്ടേ? അത് വേണം അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അല്ലേ. ജീരകം പൊടിക്കണ്ട, ജീരകമായിട്ട് ഇട്ടാൽ മതി. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കടിക്കുകയും ചെയ്യാം അല്ലേ. ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. അതെന്നാ ഇനി റവ. അരിപ്പൊടിയല്ലേ? അരിപ്പൊടിയല്ല, റവയ്ക്കകത്ത് ഇതെല്ലാം. കുമ്പിളിനാണെങ്കിലും ചക്കപ്പഴം കൊണ്ട് അട ഉണ്ടാക്കുന്നതിനാണെങ്കിലും റവയ്ക്കകത്ത് റവ ഇടുന്ന ടേസ്റ്റ് കൂടുതൽ. ആണോ? അരിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല. പണ്ടൊക്കെ അരിപ്പൊടിയായി, ഇത് റവ കൊണ്ടുള്ള ഉണ്ടാക്കും. എന്നാണ് റവ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ എന്ത് കുമ്പിളുണ്ടാക്കുന്നത് റവ കുതിർന്ന് കഴിയുമ്പോഴേ കുറച്ച് കട്ടിയായി വരും. ഇച്ചിരി ഡ്രൈ ആയിട്ട് കിട്ടും. ഒത്തിരി പൊടി ഇടാതിരിക്കുവാണെങ്കിൽ നമ്മൾ ഇത് പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പൊടി കൂടി പോകുമ്പോഴാണ് ഇത് കട്ടിയാകുന്നത്. അമ്മ മേൽനോട്ടമാണ്. ഞാനിപ്പോ മേൽനോട്ടമൊക്കെ ചെയ്തിരിക്കേണ്ട പ്രായമല്ലേ, അതുകൊണ്ട്. ആ അത് ശരിയാ. പിള്ളേർക്കൊക്കെ അറിയാവുന്ന നോക്കണം, ഇതൊക്കെ ചെയ്ത് പഠിക്കണ്ടേ അല്ലേ. പിന്നെ നമ്മളെ കാലം കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി തിന്നണ്ടേ. അതെ. ഇല്ലെന്നാകുമല്ലോ, പക്ഷെ പിള്ളേർക്കാർക്ക് ഇതൊന്നും വേണ്ടതല്ലേ. ആ പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചോളും. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അതന്നെ, അത് മധുരം എല്ലാം ബാലൻസ് ആണ്. മധുരമെല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് ഇതുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം, ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആകട്ടെ. ആയിക്കോട്ടെ. കുഞ്ഞാണോ? എല്ലാം റെഡിയാക്കി വെച്ചപ്പോ പരത്താൻ കുഞ്ഞ് വന്നിട്ടുണ്ടേ. എന്നിട്ട് ചോദിക്കും എന്ത് ചെയ്യുന്ന പരത്തുന്നത് എന്നറിയോ? ചപ്പാത്തി പരത്തുന്നത്. അത് വെച്ചല്ല, ഇങ്ങനെ പരത്ത്. കട്ടി കുറച്ച് വരയ്ക്കണം. വേണ്ട, പകുതിക്കല്ലേ. ഒരു സൈഡിൽ മതി, ഇതിനെ നമുക്ക് മടക്കി അപ്പുറത്തേക്ക് വെക്കേണ്ടതാണ്. ഇല കീറാതെ മനുഷ്യ, ഇത് പകുതി മടക്കി വെക്കേണ്ടതാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് മടക്കുമ്പോ ഇത്രയും ഭാഗം നമുക്ക് കിട്ടത്തുള്ളൂ. പത്രം ഭാഗം വെച്ചാൽ മതിയോ? ഇത്രയും ഭാഗത്ത് ഇതിപ്പോ ആയില്ലേ? കണ്ടോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്ത് വിചാരിച്ചു. ഞാൻ കായ വെച്ച് വരത്തിപ്പോ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ ക്രെഡിറ്റ് കണ്ടോ? അതെ. ഇനിയിപ്പോ ഇലയുടെ കുഞ്ഞിയുടേത് പാകും. അതിന്റെ ലാസ്റ്റ് ഓടി വരുവേ. നമുക്ക് തിന്നാൻ മതിയല്ലോ. ഇതിന് അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? പാത്രം കമത്തിയിട്ടേ, തട്ടങ്ങോട്ട് കമത്തിയിട്ടേ. അങ്ങനെ കണ്ടോ, ഐഡിയ കണ്ടോ, അമ്മച്ചിമാരുടെ ഐഡിയ കണ്ടോ. 7 വർഷമായില്ലേ എക്സ്പീരിയൻസ്. അതാണ്. പെട്ടെന്ന് വരത്തു. മിക്സിംഗ് മെഷീൻ ഞാനെന്താ കുപ്പി നിറഞ്ഞു വന്ന് ദൂരം തീരുമ്പം മണി തരാന്നാണോ? ആ സൈഡിൽ ആ സൈഡല്ല പിള്ളേരെ ഞങ്ങൾ ശരിയായി നിറച്ച് നിരത്ത് എല്ലാം നിറച്ച് വരത്തിയാലും മടക്കി കഴിയുമ്പോ എങ്ങനെയാണല്ലേ? അങ്ങനെയല്ല, ഒരു സൈഡ് തീർത്ത് നിറച്ച്. ഇവിടെ ഇപ്പൊ അവിടെ ഇല്ലേ ഉള്ളൂ. അല്ല ഉണ്ട്, അല്ലേ കറക്റ്റാ. ഇവിടെ തീർത്തോട് വരട്ടാം. അങ്ങനെ അത് വെളിയിലാവുമല്ലേ? സകലം മണി വന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനെത്തിനാ പറയുന്ന വെറുതെ മാറും ഞാൻ ധൃതി, ഞാൻ ഫാസ്റ്റ് മാറും. ഒരവസരം കൊടുക്കണേ. ജോലിക്ക് അങ്ങനെയല്ലേ പകുതിക്ക് പരത്തണം. ഇവന് നമുക്കൊരു ഹോട്ടലിട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം പരത്താനല്ലേ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തോളൂ.
വരുംകാല കുക്കായിരിക്കും. അല്ലല്ല, ഞാൻ വീട്ടിൽ ഉണ്ടാക്കി തന്നെ തോന്നും. ആർക്കും കൊടുക്കുകയല്ലോ. ഇത് പിന്നെ ഇതിനകത്ത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. പെട്ടെന്ന് വരത്തി എടുത്തു. കുഞ്ഞു പോയോ? അച്ചമ്മച്ചിയാണോ വരുന്നത്? പോയിട്ട് ഇവിടെ ഉണ്ട്. എന്നാ പറ്റി? എന്നെ അമ്മയ്ക്ക് എന്നിട്ട് ഇങ്ങനെ അതിപ്പോ ഇച്ചിരി നല്ലപോലെ സെറ്റായിട്ട് വരത്തി അല്ലേ? ഓ എന്റെ അത്ര ഒന്നും ഓർത്തില്ല. കുഞ്ഞിക്ക് ഇത് ഉണ്ടാക്കാനൊരു ഉത്സാഹമുള്ളൂ കേട്ടോ. കുഞ്ഞിക്ക് മധുരം ഇഷ്ടമല്ലെന്നാ പറയുന്നത്. നല്ല എരിവ്. ആ അതെ അതെ, ഈയിടെയായിട്ട് ഇച്ചിരി എരിവ് തീറ്റ കൂടുന്നുണ്ട്. ആ ഏതും പോരാത്തതിന് അമ്മ ഇന്ന് അച്ചാറും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ അച്ചാറിനകത്ത് നിറയേയും കാന്താരി ഇട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുഞ്ഞിക്ക് കൊടുക്കുകയാണ്. കാന്താരി അച്ചാർ ഞാനല്ലേ തീർത്തെ. അച്ചാറും ഈ മുളക് തീറ്റ ഈയിടെയായിട്ട് ഇച്ചിരി കൂടുന്നുണ്ട്. ഒരു ശകലം കുറച്ചോ കേട്ടോ. നല്ലതാ. നല്ലതാ. ആ ഉണ്ടോ? ഞാനല്ലേ അത് നല്ല ഉണ്ടാക്കി. കൊള്ളാം, ഷേപ്പ് ആകുന്നുണ്ട്. കുഞ്ഞിയുടെ പ്രാക്ടീസ് റെഡി ആയിരിക്കുകയാണ്. ഇപ്പൊ കണ്ടോ കുഞ്ഞി? ആ ഇപ്പം ചൂട് കറക്റ്റായി അല്ലേ? ആദ്യത്തേലും ഒക്കെ. ക്ലീനായിട്ട്. ആ ഓക്കെ, എടുത്തു വെച്ചു. ഇപ്പോഴേ നമുക്കിത് എടുത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. വേഗാനാണോ? അടപ്പൊന്ന് എടുത്ത് നോക്കാം. കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം എന്നാൽ എടുത്ത് കഴിച്ചാലോ? ചൂടോടെ കഴിച്ചേക്കാം. വെന്തോ? അടപ്പെടുത്ത പോലെ 4 മണിക്കാപ്പി ഉണ്ടാക്കിയിട്ടേ വെറും 2 മണിക്കൂർ മാത്രമേ ലേറ്റ് ആയുള്ളൂ. നല്ല ചൂടാണ് മകനെ. ചൂടോടെ കഴിച്ചേക്കാം. കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടുണ്ട്. കഴിച്ചു നോക്കൂ. ഉണ്ടാക്കിയ ആളെ തന്നെ ആദ്യം കഴിച്ചു നോക്കൂ. എങ്ങനെ നോക്ക്? ചൂടാ. ചൂടാ, നല്ല ചൂടാ. ചേട്ടാച്ചനുള്ളത് മാറ്റി വെച്ചോ? നമ്മൾ എടുത്ത് വെച്ചു. പിന്നെ ഇതിങ്ങനെ എടുത്തിങ്ങനെ കുമ്പിളിന്റെ സെയിം ടേസ്റ്റ്. കുമ്പിളില അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വാഴയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അതിനകത്ത് വെക്കുന്ന സംഭവങ്ങളെല്ലാം കുമ്പിളിന്റെ തന്നെ. അതുകൊണ്ടാ കുമ്പിളിന്റെ ടേസ്റ്റ്. കുമ്പിളിലയുടെ ടേസ്റ്റാണ് ഏറ്റവും നല്ലത്. എനിക്ക് കുമ്പിളി ഇഷ്ടമാണ്. വാഴയുടെ വാഴയിലയുടെ അട ഉണ്ടാക്കുന്നതും കുമ്പിളിൻ്റെ ഇല അതിൻ്റെ രണ്ടിനും രണ്ട് സ്വാദാണ്. എനിക്ക് കുമ്പിൾ ഇഷ്ടമായതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം ഉണ്ടോ? നല്ല ടേസ്റ്റ്. നല്ല മധുരമുണ്ട്. ഇപ്പൊ ചക്കപ്പഴമൊക്കെ കിട്ടുവാണെങ്കിലേ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, കുമ്പിള് പോലെ തന്നെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.